മക്കളെ, ഇന്ന് നമ്മൾ പരീലടുക്കി എന്ന കഹാനിയിലെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. അതിനു മുമ്പ് ആരാണ് ഈ കഹാനി എഴുതിയത് എന്ന് കൂടെ ഒന്ന് നോക്കാം. ലോറി ബി ഫ്രീഡ്മാൻ ആണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. അത് നിർബന്ധമായിട്ടും പഠിക്കുക. പരീലടുക്കി കഹാനിയാണ്, ലോറി ബി ഫ്രീഡ്മാൻ ആണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഹെർമൻ യുദ്ധ് കൈദി ബൻത്തെ സമയ കിത്തനെ സാൽ കാത. ഹർമൻ കൈദിയായ സമയത്ത് എത്ര വയസ്സായിരുന്നു അവന് എന്നാണ് ചോദ്യം. എത്ര വയസ്സായിരുന്നു? 11 വയസ്സായിരുന്നു. എത്ര വയസ്സാവുന്ന സമയത്താണ് ഹർമൻ കൈദിയായത്? 11 വയസ്സാവുന്ന സമയത്ത്. 11 സാൽ. അബ് സമയ ആ ഗയാക്കി തുമാരെ ഏക ആത്മീ ബന്നേക്ക. നിനക്കൊരു മനുഷ്യനാവാനുള്ള സമയമായിരിക്കുന്നു, ഒരു പുരുഷനാവാനുള്ള സമയമായിരിക്കുന്നു. മാംനെ ഐസ ക്യോം കഹാ ഹോഗ. അമ്മ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എന്നാണ് അടുത്ത ചോദ്യം. ഹർമൻ 11 സാൽക്കാൽ എടുക്കാതെ ഫിർ ബി വഹ് മാംസേ ലിബട്ട രഹത്താത. ഹർമൻ 11 വയസ്സായ കുട്ടിയായിരുന്നു, എങ്കിലും അവൻ അമ്മയോട് ഒട്ടിച്ചേർന്നിട്ടാണ് എപ്പോഴും ജീവിച്ചിരുന്നത്. ഹർ ബാത്മേ ഉസേ മാംസേ മദത് ലേനീതി. ഓരോ കാര്യങ്ങൾക്കും അവൻ അമ്മയുടെ സഹായം തേടിയിരുന്നു. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഹർമൻ അപ്പനി മാംസേ കൈസേ അലഗ് ഹോഗയ. ഹർമൻ എങ്ങനെയാണ് തൻ്റെ അമ്മയിൽ നിന്നും വേർപെട്ടത്? എങ്ങനെയാണ്? യുദ്ധക്കെ കാരൺ ഹർമൻ അപ്പനി മാംസേ അലഗ് ഹോഗയ. അപ്പനി എന്നുള്ളൂ കേട്ടോ, ആപ്പനി എന്ന് ഇവിടെ വരുന്നുണ്ട്, എന്നാണ് വായിക്കുമ്പോൾ തെറ്റിപ്പോണം. അപ്പനി മാംസേ. യുദ്ധക്കെ കാരണം, യുദ്ധം കാരണമാണ് ഹർമൻ തൻ്റെ അമ്മയിൽ നിന്നും വേർപെട്ടത്. യുദ്ധം കാരണമാണ് ഹർമൻ അങ്ങനെ അമ്മയിൽ നിന്നും വേർപ്പെടേണ്ടി വന്നത് അല്ലേ. ഘടനാവോങ്കോ ക്രമബന്ധ് കരയും. ഇനി എന്ത് ചെയ്യണം? താഴെ തന്നിരിക്കുന്ന ഘടനകളെ ക്രമത്തിലാക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ നമുക്ക് വായിച്ചു നോക്കാം. യുവാ ബന്നേക്കെ ബാദ് ഹർമൻ ജീനെ കെലിയ അമേരിക്ക ചലാ ജാത്ത ഹെ. യുവാവായതിനു ശേഷം ജീവിക്കാൻ വേണ്ടിയിട്ട് ഹർമൻ അമേരിക്കയിലേക്ക് പോകുന്നു. അത് ഫസ്റ്റ് സെന്റൻസ് അല്ല ഇതിലുള്ള അല്ലേ. അതാണ് ഹർമൻ മാംസെ അലഗു ഹോത്ത. ഹർമൻ അമ്മയിൽ നിന്നും വേർപ്പെടുന്നു. പരീലടുക്കി സെ ഹർമൻകോ മദത് മിൽത്തി ഹെ. പരീലടുക്കിയിൽ നിന്നും ഹർമന് സഹായം ലഭിക്കുന്നു. ഹർമൻ കൈദി ശിബിർ മേ ബന്ദി ഹോ ജാത്ത ഹെ. ഹർമൻ കൈദി ശിബിരത്തിൽ ബന്ദിയാകുന്നു. യുദ്ധ സമാപ്ത് ഹോ ജാത്ത ഹെ. യുദ്ധം അവസാനിക്കുന്നു. അപ്പൊ എന്താണ് ഫസ്റ്റ് തന്നെ? ഹർമൻ മാംസെ അലഗു ഹോത്ത ഹെ അല്ലേ. ഹർമൻ അമ്മയിൽ നിന്ന് വേർപ്പെടുന്നതാണ്, പിന്നെ ബന്ദിയാക്കുന്നതാണ്, അതിനുശേഷം എന്താണ്? പെൺകുട്ടി സഹായിക്കുന്നതാണ് അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഹർമൻ കൈദി ശിവിർ മേ ബന്ദി ഹോ ജാത്ത ഹെ. ഹർമൻ കൈദി ശിവിരത്തിൽ ബന്ദിയാകുന്നു. ഹർമൻ മാംസെ അലഗു ഹോത്ത ഹെ. ഹർമൻ അമ്മയിൽ നിന്ന് വേർപ്പെടുന്നു. പരീലടുക്കി ഹർമൻ കോ മദത് മിൽത്തി ഹെ. പരീലടുക്കിയിൽ നിന്നും ഹർമന് സഹായം ലഭിക്കുന്നു. യുദ്ധ സമാപ്ത് ഹോ ജാത്ത ഹെ. യുദ്ധം അവസാനിക്കുന്നു. അവസാനമാണ് എന്ത്? യുവാ ബന്നേക്കെ ബാദ് ഹർമൻ ജീനെ കീഴിൽ അമേരിക്ക ചലാ ജാത്ത ഹെ. അവസാനമാണ് യുവാവായതിനു ശേഷം ഹർമൻ ജീവിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകുന്നത്. ഇനി അടുത്തത് വാക്യവിസ്താർ കരീമെന്നാണ്. വാക്യവിസ്താർ. റോമ കാം കർത്തീതി, ചോട്ടേസെ, ഗാവുമേ, ജർമ്മനിക്ക്. 3 ശബ്ദം തന്നിട്ടുണ്ട്. ഈ 3 ശബ്ദം വെച്ച് 3 സെന്റൻസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കിയത് നോക്കാം. റോമ കാം കർത്തീതി. റോമ ഗാവുമേം കാം കർത്തീതി. റോമ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഗാവുമേ, ഗ്രാമത്തിലെ. ഗാവുമേം കാം കർത്തീതി. പിന്നെയോ റോമ ചോട്ടേസേ ഗാവുമേം കാം കർത്തീതി. ചെറിയ ഗ്രാമത്തിൽ ജോലി ചെയ്തിരുന്നു. റോമ ജർമ്മനിക്ക് ചോട്ടേസേ ഗാവുമേം കാം കർത്തീതി. റോമ ജർമ്മനിയിലെ ചെറിയ ഗ്രാമത്തിൽ ജോലി ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ ചോദ്യത്തിലുള്ള 3 ശബ്ദം ഇവിടെ പ്രയോഗിച്ചു. റോമ ഗാവുമേം കാം കർത്തീതി, റോമ ചോട്ടേസേ ഗാവുമേം കാം കർത്തീതി, റോമ ജർമ്മനിക്ക് ചോട്ടേസേ ഗാവുമേം കാം കർത്തീതി അല്ലേ. ഗാവുമേം ചോട്ടേസേ ജർമ്മനി അത്രയാണ് ഇവിടെ തന്നത്. ഗാവുമേ ഉണ്ട്, ചോട്ടേസേ ഉണ്ട്, ജർമ്മനിക്ക്. അത് 3 നമ്മൾ ചേർത്തു 3 സെന്റൻസ് ഉണ്ടാക്കി. ഇനി അടുത്ത ചോദ്യം നോക്കാം. हरमन को हमेशा माम की याद क्यों सताती होगी.
ഹർമൻ എല്ലായ്പ്പോഴും അമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ വരാനുള്ള കാരണം എന്തായിരിക്കും? ഹർമൻ ഹമേശ മാംകെ പത്തലേ ശരീർ സെ ലിപട്ടാ രഹത്താ താ. ഹർമൻ എല്ലായ്പ്പോഴും അവൻ്റെ അമ്മയുടെ ശരീരവുമായിട്ട് ഒട്ടിച്ചേർന്നിട്ടാണ് ഉണ്ടാവാറ്. എപ്പോഴും അമ്മയോട് ഒപ്പം തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ എപ്പോഴും അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി 7ാമത്തെ ചോദ്യം, കൈദി ശിബിർ മേ ഹർമൻ കി മദത് കിസ്നെ കി? കൈദി ശിബിരത്തിൽ ഹർമനെ സഹായിച്ചത് ആരായിരുന്നു? ആരായിരുന്നു കൈദി ശിബിരത്തിൽ ഹർമനെ സഹായിച്ചത്? പരീലടുക്കിയായിരുന്നു അല്ലേ, പരീലടുക്കി. 8ാമത്തെ ചോദ്യം, ജാൻ ജോക്കിം മേ ഡാൽന മത്ലബ് ക്യാ ഹെ? ഇത് എക്സാമിന് നമുക്ക് ചോദിക്കും, ഒരു മാർക്കിൽ എന്തായാലും ചോദിക്കും കേട്ടോ. ജാൻ ജോക്കിം മേ ഡാൽന എന്നതിൻ്റെ അർത്ഥം എന്താണ്? ജാൻ ജോക്കിം മേ ഡാൽന മത്ലബ് ക്യാ ഹെ? എന്താണ് ജാൻ ജോക്കിം മേ ഡാൽന എന്ന് പറഞ്ഞാൽ? സാഹസ് ദിഖാന എന്നാണ്, സാഹസ് ദിഖാന. ജാൻ ജോക്കിം മേ ഡാൽന സാഹസ് ദിഖാന. ജാൻ ജോക്കിം മേ ഡാൽന, ജാൻ പറഞ്ഞാൽ ജീവനാണ്, ജീവിതം അല്ലേ? അപ്പൊ സാഹസമാണ്, സാഹസ് ദിഖാന. ജാൻ ജോക്കിം മേ ഡാൽന സാഹസ് ദിഖാന. അടുത്ത ചോദ്യം, ഏക് ഗലത്ത് കദം കാ മത്ലബ് ദാ? ഒരു തെറ്റായ നീക്കം, ഒരു തെറ്റായ നീക്കത്തിന്റെ അർത്ഥം ഇതായിരുന്നു. മൗത്ത് മരണം, മേരി മൗത്ത് എൻ്റെ മരണം, ഉസ്കി മൗത്ത് അവളുടെ മരണം. യഹാം ഗലത്ത് കദം ക്യോം കഹാ ഗയാ ഹെ? ഇവിടെ തെറ്റായ നീക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? കൈദിയോं को बाहर किसी व्यक्ति से मिलने की अनुमति नहीं है. कैदियों को बाहर किसी व्यक्ति से मिलने की अनुमति नहीं है. കൈദികൾക്ക്, തടവിലാക്കപ്പെട്ട തടവുകാർക്ക് പുറത്ത് ഉള്ള ഒരു വ്യക്തികളെയും കാണാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് ആരെയും കാണാൻ പാടില്ല, അവരുടെ സഹായം തേടാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല, പുറത്തുനിന്ന് ഒരു ജീവിയെയും കാണാൻ പാടില്ല എന്ന് അവർക്ക് അതിനുള്ള അനുമതി, അങ്ങനെ കാണാനുള്ള അനുമതി അവർക്ക് ഉണ്ടായിരുന്നില്ല. യദി പരി ലഡ്കിക്കോ കോയി ദിഗ് ജായേ തോ കടി സജാ മിലേഗി. ഒരു പക്ഷേ പരി ലഡ്കി ആരെങ്കിലും കാണുകയാണെങ്കിൽ കഠിനമായ ശിക്ഷ ലഭിക്കും. പരീലടുക്കിയുമായിട്ട് ഹർമൻ സംസാരിക്കുന്നതും അവർ ഭക്ഷണം കൈമാറുന്നതും ഒക്കെ, അവന് കഴിക്കാനുള്ള ആപ്പിൾ ആര് കൊടുക്കുന്നുണ്ട്? പരീലടുക്കി കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പം അതൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ദിഗ് ജായേത്തോ കാണുകയാണെങ്കിൽ, കടി സജാമിലേഗി കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കും. അടുത്ത ചോദ്യം, ഹർമൻ ആർ ഭായിയോं को ഗാർഡ് ട്രെയിൻ में കഹാം ലേ ഗയ? ഹർമനെയും സഹോദരങ്ങളെയും ഗാർഡ് ട്രെയിൻ മേം കഹാം ലേ ഗയ, ട്രെയിനിൽ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? സ്കൂൾ, കൈദി ശിവിർ, അസ്പത്താൽ, ഗർ. എവിടേക്കാണ് കൊണ്ടുപോയത്? കൈദി ശിബിരാണ് അല്ലേ? എവിടേക്കാണ് കൊണ്ടുപോയത്? കൈദി ശിബിരത്തിലേക്കാണ് കൊണ്ടുപോയത്. ഇനി 11ാമത്തെ ചോദ്യം നോക്കാം. ഹർമൻ കോ പരീലടുക്കി സെ മദത് മിലി, ഇസ് പർ ഹർമൻ കി സംഭാവിത ഡയറി ലിഖേ. ഹർമൻ കോ പരീലടുക്കി സെ മദത് മിലി, ഹർമന് പരീലടുക്കിയിൽ നിന്നും സഹായം ലഭിച്ചു. ഇസ് പർ ഇതിൽ ഹർമൻ കി സംഭാവിത ഡയറി, ഇതിൽ ഹർമന്റെ എന്താ പറയുക, സങ്കല്പിച്ചിട്ടുള്ള ഡയറിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ സംഭവിച്ച, അതായത് ഹർമൻ ആ പരീലടുക്കിയിൽ നിന്നും സഹായം ലഭിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതുന്ന ഡയറി, സംഭാവിത ഡയറിയിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സംഭവത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സങ്കല്പിച്ച് ഡയറി എഴുതണം. 11ാമത്തെ ചോദ്യമാണ്. അതെങ്ങനെയാണ് ഡയറി എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാം. ചോദ്യം ഒന്നും കൂടെ നോക്കാം. ഹർമൻ കോ പരീലടുക്കി സെ മദത് മിലി, ഹർമന് പരീലടുക്കിയിൽ നിന്ന് സഹായം ലഭിച്ചു, അതിനെക്കുറിച്ചിട്ടുള്ള ഡയറിയാണ്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നേരത്തെ നമ്മൾ 12ാമത്തെ ചാപ്റ്റർ റിവിഷൻ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞു. അപ്പോൾ ആ ഫോർമാറ്റ് മറക്കാതെ തന്നെ എഴുതുക. പിന്നെ പരീലടുക്കിയെ കണ്ടത്, അമ്മ പറഞ്ഞ കാര്യം, പരീലടുക്കിയെ കാണും, പരീലടുക്കി നിന്നെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ, ആ പറഞ്ഞ കാര്യവും
പരിയിലെഴുക്കിയ കണ്ടതും പരിയിലെഴുക്കിയ ആപ്പിൾ നൽകിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡയറി ഉഷാറായിട്ട് എഴുതാൻ പറ്റും. ഇനി 12ാമത്തെ ചോദ്യം നോക്കാം. ജവാൻ ആദ്മി ബന്നേ കെ ബാദ് ഹർമൻ കഹാം ഗയാ. ജവാൻ ആദ്മി ആയതിനു ശേഷം ഹർമൻ എങ്ങോട്ടാണ് പോയത്? 12ാമത്തെ ചോദ്യം. അമേരിക്കയിലേക്കാണ് പോയത്. ഇനി 13ാമത്തെ ചോദ്യമാണ്. വാക്യവിസ്തറാണ് പറഞ്ഞിരിക്കുന്നത്. പുരാനി ജീവൻ കാ മേരെ ചാരോം ഓർ യാദേ ലിബട്ടി ഹുയിദി. ഓർമ്മകൾ പറ്റിച്ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുള്ള ഓർമ്മകളാണ് പറ്റിച്ചേർന്ന് നിന്നത്? പുരാനിയിലെ പഴയ ഓർമ്മകൾ, പുരാനി യാദേ പഴയ ഓർമ്മകൾ, ലിബട്ടി ഹുയിദി. ജീവൻ കാ പുരാനിയ ജീവിതത്തിലെ പഴയ ഓർമ്മകൾ, ലിബട്ടി ഹുയിദി. മേരെ ചാരോം ഓർ എൻ്റെ ചുറ്റിലും ജീവിതത്തിലെ പഴയ കഥകൾ ഒട്ടിപ്പിടിച്ച് നിന്നിരുന്നു. ലിബട്ടി പറ്റിച്ചേർന്ന് നിന്നിരുന്നു. एक दोस्त ने हरमन को दावत पर आमंत्रित किया. एक दोस्त ने हरमन को दावत पर आमंत्रित किया. ഒരു ഫ്രണ്ട് ഹർമനെ വിരുന്നിന് ക്ഷണിച്ചു. സോറി, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ല, ആൻസർ ആണ് നോക്കിയത്. 14ാമത്തത്. കിസ്നെ ഹർമൻ കോ ദാവത്ത് പർ ആമന്ത്രിത് കിയ എന്നാണ് ചോദ്യം. ആരാണ് അവനെ വിരുന്നിന് ക്ഷണിച്ചത്? ആരാണ് വിളിച്ചത്? ഒരു സുഹൃത്ത് എന്നതിൽ പാഠത്തിൽ പറയുന്നു. സുഹൃത്തിന്റെ പേര് പറയുന്നില്ല അല്ലെ. ഏക് ദോസ്ത്, ഒരു ഫ്രണ്ടാണ് വിളിച്ചത്. ഇനി 15ാമത്തെ ചോദ്യം. ഹർമൻ കോ അപ്പനെ അതീത് കി യാദോം ക്യോ പരേശാൻ കർത്തി തി. ഹർമന് തൻ്റെ കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വിഷമിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ കാലത്തിലെ ഓർമ്മകൾ, ഇങ്ങനെ കഴിഞ്ഞു പോയ ഓർമ്മകളെ വിഷമിപ്പിക്കാനുണ്ടായ കാരണം എന്താണ് എന്നാണ് ചോദ്യം. യുദ്ധ കെ ഹർമൻ കോ അപ്പനെ പരിവാർ സെ അലഗ് കർ ദിയാ താ. യുദ്ധം കാരണം ഹർമൻ തൻ്റെ കുടുംബത്തിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞു. പ്രിയ ജനോം സെ ദൂർ രഹനെ സെ ഉസ്കാ ജീവൻ പൂരി തര ബദൽ ചുക്കാതാ. പ്രിയപ്പെട്ടവരിൽ നിന്നും ദൂരെ മാറി താമസിക്കുന്നതിനാൽ തന്നെ, വേർപെട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ, ഉസ്കാ ജീവൻ അവൻ്റെ ജീവിതത്തിന് പൂരി തര ബദൽ ചുക്കാതാ പൂർണ്ണമായും അതിനെ മാറ്റിയിരുന്നു. അവൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിഞ്ഞിരുന്നു, മാറിപ്പോയിട്ടുണ്ടായിരുന്നു അവന്. ഉസ്കെ മൻ മേം ഹമേശ യഹ് സവാൽ രഹാ കി. അവൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വരുമായിരുന്നു. ഉസ്നെ ക്യാ പായ ക്യാ ഗോയ. അവൻ എന്താണ് നേടിയത്, എന്താണ് നഷ്ടപ്പെടുത്തിയത്? യഹ് സവാൽ ഹർമൻ കോ ഹമേശ പരേശാൻ കർത്തി തി. ഈ ചോദ്യം എപ്പോഴും ഹർമനെ പരേശാൻ കർത്തി തി, വിഷമത്തിലാക്കിയിരുന്നു. 16ാമത്തെ ചോദ്യം. അതീത് കാ കൈദി ഹോന മത്ലബ് ക്യാ ഹെ. അതീത് കാ കൈദി ഹോന എന്നതിന്റെ അർത്ഥം എന്താണ്? 16ാമത്തെ ചോദ്യമാണ്. പുരാനി യാദോം സെ പ്രഭാവിത് ഹോന. പഴയ കാര്യങ്ങളിൽ പ്രഭാവം ചെലുത്തുന്നതിനെയാണ് അതീത് കാ കൈദി ഹോന എന്ന് പറയുന്നത്. ഇനി മേം ഗർ ജാന ചാത്താ ഹൂം. വാക്യ മേം കിസ്കെ സംബന്ധ പ്രയുക്ത കിയാ ഹെ. ഞാൻ വീട്ടിൽ പോവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിലെ മേം ആരാണ്? ഹർമനാണ് അല്ലേ. ഹർമനാണ് പറയുന്നത് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുന്നത് ഹർമനാണ്. ഉന്മേം കുച്ച് ऐसा था जो मुझसे जाना पहचाना लगा उनसे कहा कि उसका नाम रोमा है. നമ്മളോട് ഈ തന്നിരിക്കുന്ന ഭാഗം വായിച്ചതിന് ശേഷം പടുക്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പടുക്കഥ സീൻ എത്രയാച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം, 2, 3, 1 ഒക്കെ എഴുതാം. ഞാൻ ഇവിടെ സീൻ 3 എഴുതിയിരിക്കുന്നത്. സ്ഥലം പാർട്ടി ഹാളാണ്. സമയം ശാം 6 ബജെ, വൈകുന്നേരം 6 മണി. ഹർമൻ ഏകദേശം 27 വയസ്സ്. സൂട്ട് പഹനാ ഹെ, അവൻ സൂട്ടാണ് ധരിച്ചിരിക്കുന്നത്. റോമ 25 വയസ്സ്. അവൾ ഫ്രോക്കാണ് ധരിച്ചിരിക്കുന്നത്. ഘടന പാർട്ടി ഹാൾമേ കൈ ലോഗ് ആത്തേ ജാത്തേ ഹെ. എന്താണ് സംഭവം? പാർട്ടി ഹാളിലേക്ക് പല തരത്തിലുള്ള ആളുകളും വരുന്നു. ഉന്മേ ഏക്ക് ലടുക്കി ഹർമൻ കോ ജാനി പഹ്ചാനീസിലേക്ക്. അതിൽ ഒരു പെൺകുട്ടിയെ ഹർമന് തിരിച്ചറിവുള്ളതായിട്ട് തോന്നി. എവിടെയോ കണ്ട് മറന്ന പോലെ ആർക്ക് തോന്നുകയാണ്? ഹർമന് തോന്നുകയാണ്.
അപ്പോൾ ഹർമനും ഇനി ആ പെൺകുട്ടിയുമായിട്ടുള്ള സംഭാഷണമാണ്. ഹർമൻ, മുझे आपको जाना पहचाना सा लगता है. എനിക്ക് നിങ്ങളെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. റോമ, आपने मुझे कहाँ देखा था. നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ജർമ്മനി में हरमन, ജർമ്മനിയിൽ ജബ് യുദ്ധ ഹോ രഹാ താ ആപ്കാ നാം ക്യാ ഹേ. എപ്പോഴാണ് യുദ്ധം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ നിങ്ങളെ ജർമ്മനിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പേരെന്താണ് എന്ന് ഹർമൻ ചോദിക്കുന്നു. റോമ പറയണം, റോമ, ഹമേ വഹാ ഗേത്ത് മേ കാം കർത്തി തി. ഞാൻ അവിടെ ഒരു വയലിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഹർമൻ, മേ വഹാ ശിബിർ മേ കൈദി താ. ഞാൻ അവിടെയുള്ള ശിബിരത്തിൽ കൈദിയായിരുന്നു. റോമ, मैं उस कैंप में एक लड़के को रोजाना सेब लेकर जाती थी. ഞാൻ ആ ക്യാമ്പിലുള്ള ഒരു ആൺകുട്ടിക്ക് നിത്യവും ആപ്പിൾ നൽകുമായിരുന്നു. ഹർമൻ, വഹ് ലഡ്ക മേ ഹൂം. അപ്പൊ ഹർമൻ പറയാണ് ആ ആൺകുട്ടി ഞാൻ. ഹർമൻ എന്താണ് പറയുന്നത്? ആ ആൺകുട്ടി ഞാനാണ്. റോമ, ക്യാ മുझे വിശ്വാസ് നഹീ ഹോ രഹാ ഹൈ. എന്ത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാര് പറയാണ്? റോമ പറയാണ്. അപ്പൊ ഹർമൻ പറയുന്നു, ക്യാ ഉസ് ലഡ്കെ കാ ആഖിരി ശബ്ദ് തും മേരി പരി ലഡ്കി ഹോ. ആ ആൺകുട്ടിയുടെ അവസാനത്തെ ശബ്ദം നീ എൻ്റെ മാലാക പെൺകുട്ടിയാണ് എന്നായിരുന്നോ? റോമ മുസ്കരാത്തി ഹുയി. റോമത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അതെ, അത് തന്നെയായിരുന്നു എന്ന് പറയാണ്. ഹർമൻ, ഹേ ഭഗവാൻ ആപ്കി കൃപ മേരി മാം കി ബാത്ത് ഫിർസെ സച്ച് ബൻ ഗയാ ഹേ. അല്ലയോ ഈശ്വര, താങ്കളുടെ കൃപ എൻ്റെ അമ്മയുടെ വാക്കുകൾ വീണ്ടും സത്യമായിരിക്കുന്നു എന്ന് ഹർമൻ പറയുന്നു. അങ്ങനെയാ പടുക്കഥ അവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഇത്രയും സെൻറ്റൻസ് ഒന്നും എഴുതണ്ട പടുക്കഥയ്ക്കിട്ട വാർത്താലാപ് ചുരുക്കി എഴുതിയാൽ മതി. ഇത് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ മക്കളെ, ഇതിൽ വരുന്ന വാർത്താലാപ് നിങ്ങൾ അധികം എഴുതേണ്ടതില്ല. കുറച്ച് സെൻറ്റൻസുകളിൽ എഴുതി നിർത്താം. നിങ്ങൾക്ക് ഒരു 6 നിർത്താം. ക്ലാസ് എല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.